സുഹൃത്തുക്കളെ, വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്ന വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. ബാല്യകാലം വളരെയേറെ പ്രതിസന്ധികളെ നേരിട്ടാണ് വി.ടി. ഭട്ടതിരിപ്പാട് വളർന്നത്. പഠിക്കുന്നതിന് വളരെ പിന്നോക്കമായിരുന്നു ആ കുട്ടി. ഗുരുവിൻ്റെ അടുത്ത് ഓത്തുപഠിക്കാൻ കൊണ്ടുവിട്ടാൽ അച്ചടക്കത്തോടുകൂടി ഇരുന്ന് പഠിക്കുവാൻ ആ വിദ്യാർത്ഥിക്ക് സാധിച്ചിരുന്നില്ല. ഗുരു ബോർഡിലെന്തെങ്കിലും എഴുതാൻ തിരിയുമ്പോൾ പുറകിലിരുന്നു കൊണ്ട് കോക്കറി കാണിക്കുക എന്നതായിരുന്നു ഭട്ടതിരിപ്പാടിൻ്റെ സ്ഥിരം പരിപാടി. ഒരിക്കലത് ഗുരു കണ്ടുപിടിച്ചു. അതിൻ്റെ ശിക്ഷയും കൊടുത്തു. മൂക്കത്ത് പച്ച ചാണകം വെച്ച് തല ചായച്ച് പിടിപ്പിക്കുകയായിരുന്നു കടുത്ത ശിക്ഷ. അവസാനം ആ ഗുരു ശിഷ്യന്മാർക്ക് തൻ്റെ പഠിപ്പിക്കൽ ഇഷ്ടപ്പെടുന്നില്ലെന്നും തൻ്റെ സ്വഭാവങ്ങളൊന്നും അവർക്ക് പിടിക്കുന്നില്ലെന്നും മനസ്സിലായപ്പോൾ അദ്ദേഹം ആ ഗുരുസ്ഥാനം ഉപേക്ഷിച്ച് സ്കൂൾ തന്നെ നിർത്തി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം വി.ടി. ഭട്ടതിരി അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിപ്പോയി. അങ്ങനെ അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു തീയാടി പെൺകുട്ടി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ വരികയും അദ്ദേഹത്തിനോട് തനിക്ക് കണക്കിലൊരു സംശയമുണ്ട് ഒന്ന് പറഞ്ഞു തരാൻ പറയുകയും ചെയ്തത്. പലതവണ കുട്ടിയെ പിന്തിരിപ്പിച്ച് പറഞ്ഞു വിട്ടു. എന്നാൽ അവൾ ആവശ്യക്കാരിയായതുകൊണ്ട് ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. വീണ്ടും അവൾ വന്നു തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി എനിക്ക് ഈ കണക്കൊന്ന് പറഞ്ഞു തരണം, നാളെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ അടിക്കും, എനിക്ക് ചെയ്തേ പറ്റൂ. അപ്പോഴാണ് വി.ടി. ആ രഹസ്യം കുട്ടിയോട് പറയുന്നത്. എന്തുവായിരുന്നു? കുട്ടി, എനിക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ. അല്പം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മലയാളം അക്ഷരമാലയൊന്ന് എഴുതി തരുമോ? അവൾ അദ്ദേഹത്തിന് മലയാള അക്ഷരമാലകളെല്ലാം എഴുതി കൊടുത്തു. ക്രമേണ അദ്ദേഹം അത് വായിക്കാനും പഠിക്കാനും ആരംഭിച്ചു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ശർക്കരയും മറ്റുമൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പേപ്പറുകൾ അദ്ദേഹം അടുക്കിപ്പെറുക്കി വെച്ച് വായനാശീലം പതിവാക്കി മാറ്റി. അദ്ദേഹം ആദ്യമായി മാന്മാർക്ക് കുടകൾ എന്ന പരസ്യവാചകമാണ് വായിച്ചത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിൽ അത് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനും നാടകകൃത്തും ഉപന്യാസകാരനുമായി മാറി. അങ്ങനെ വി.ടി. ഭട്ടതിരിപ്പാട് കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും തൻ്റെ സമുദായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രചാരണം നടത്തുകയും സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയും സെമിനാറുകൾ നടത്തുകയും ഒക്കെ ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. സ്വന്തം സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെ അദ്ദേഹം വളരെയേറെ ശ്രദ്ധ നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പേരിൽ ഒരു നാടകം എഴുതിയത്. അതാണ് മലയാളത്തിലെ ആദ്യത്തെ സാമൂഹ്യ രൂപകം എന്ന് അറിയപ്പെടുന്നത്. കേരളം മുഴുവൻ അത് അരങ്ങത്ത് അവതരിപ്പിച്ചു. വൻ വിജയമായി തീർന്നു. അങ്ങനെ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിനും നവോത്ഥാന മൂല്യങ്ങളുടെ പ്രചാരണത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞുവെച്ചു. ആ വ്യക്തിത്വം ഇന്ന് കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണ പുസ്തകം തുറന്നു നോക്കിയാൽ അതിൽ വലിയൊരധ്യായം വി.ടി. ഭട്ടതിരിപ്പാടിൻ്റേതായിരിക്കും. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം വലിയ ഉത്സാഹമാണ്
കാരണം അറിയാൻ ആഗ്രഹിച്ചാൽ മതി, അപ്പോൾ നമുക്ക് അറിവിനെ നേടുവാൻ സാധിക്കും. അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അറിവ് ലഭിക്കുന്നത് ആരിൽ നിന്നാണെന്നുള്ളതല്ല. അറിവ് വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും അറിവ് സ്വീകരിക്കാം. അങ്ങനെ അദ്ദേഹം തീയാടി പെൺകുട്ടിയുടെ ശിഷ്യനാവുകയും അവൾ കാണിച്ച ആ അക്ഷരമാണ് തൻ്റെ ജീവിതത്തിലെ കെടാവിളക്കായി മാറിയതെന്ന് പറയുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്.